SSLC പരീക്ഷയും +1 +2 പരീക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. SSLC പരീക്ഷകൾ മാർച്ച് 5 ആരംഭിച്ച് മാർച്ച് 30 അവസാനിക്കും. പരീക്ഷകൾ രാവിലെ 9:30 ആരംഭിക്കും. IT മോഡൽ പരീക്ഷകൾ ജനുവരി മാസം 2026 12 മുതൽ 22 വരെ. IT മോഡൽ പരീക്ഷ ജനുവരി മാസം 12 മുതൽ 22 വരെ. SSLC IT പരീക്ഷ 2026 ഫെബ്രുവരി മാസം 2 മുതൽ 13 വരെ. SSLC മോഡൽ പരീക്ഷ 2026 ഫെബ്രുവരി മാസം 16 മുതൽ 20 വരെ. അപേക്ഷയും പരീക്ഷാ ഫീസും പിഴ കൂടാതെ ഒടുക്കേണ്ട തീയതി 2025 നവംബർ 12 മുതൽ 19 വരെ. പിഴയോടുകൂടി അപേക്ഷ സ്വീകരിക്കുന്ന തീയതി നവംബർ 21 മുതൽ 26 വരെ. മൂല്യനിർണ്ണയം 2026 ഏപ്രിൽ 7 മുതൽ 25 വരെ. ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി 2026 മെയ് 8. ഗൾഫ് മേഖലയിൽ 7 കേന്ദ്രങ്ങളും ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളും ഉൾപ്പെടെ ആകെ 3000-ഓളം കേന്ദ്രങ്ങളാണ് പരീക്ഷയ്ക്കായി സജ്ജമാക്കുന്നത്. 4,25,000 കുട്ടികളാണ് 2026 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പരീക്ഷ. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പൊതുപരീക്ഷകൾ 2026 മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നടക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പൊതുപരീക്ഷ 2026 മാർച്ച് 5 മുതൽ മാർച്ച് 27 വരെ നടക്കും. 2ാം വർഷ പൊതുപരീക്ഷകൾ മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെ നടക്കും. 1ാം വർഷ പൊതുപരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷം 1:30-നും 2ാം വർഷ പൊതുപരീക്ഷകൾ രാവിലെ 9:30-നും ആരംഭിക്കുന്നതാണ്. വെള്ളിയാഴ്ച രാവിലെ 9:15-ന് തുടങ്ങി ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കും. മാർച്ച് 27-നുള്ള 1ാം വർഷ പൊതുപരീക്ഷകളിൽ ഒരു സെഷൻ രാവിലത്തെ സമയക്രമത്തിലും മറ്റൊരു സെഷൻ ഉച്ചയ്ക്കുള്ള സമയക്രമത്തിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സ്കോൾ കേരള മുഖേന അഡീഷണൽ മാത്തമാറ്റിക്സ് രജിസ്റ്റർ ചെയ്ത 125 വിദ്യാർത്ഥികൾക്ക് മാത്രമേ അന്നേ ദിവസം 2 സെഷനിലും പരീക്ഷ വരികയുള്ളൂ. 2ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രായോഗിക പരീക്ഷകൾ ജനുവരി മാസം 22-ന് ആരംഭിക്കും. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പൊതുപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള മാതൃകാ പരീക്ഷകൾ ഫെബ്രുവരി മാസം 16 മുതൽ ഫെബ്രുവരി മാസം 26 വരെയുള്ള ദിവസങ്ങളിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പരീക്ഷയുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഫീസ് കൊടുക്കേണ്ട തീയതി. ഫൈനില്ലാതെ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി 2025 നവംബർ മാസം 7. ഫൈനോടെ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി നവംബർ 13. സൂപ്പർ ഫൈനോടെ ഫീസ് കൊടുക്കേണ്ട അവസാന തീയതി നവംബർ 25. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പരീക്ഷകൾ ഏകദേശം 9 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുമെന്ന് കരുതുകയാണ്. 2026-ലെ 1ഉം 2ഉം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കായി കേരളം, ഗൾഫ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെയും ചേർത്ത് 2000-ഓളം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാവും. മൂല്യനിർണ്ണയം 2026 ഏപ്രിൽ മാസം 6-ന് ആരംഭിച്ച് മെയ് 22-ഓടുകൂടി ഫലപ്രഖ്യാപനം നടത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒന്നുകൂടെ പറയണം. മൂല്യനിർണ്ണയം 2026
ഏപ്രിൽ 6 ആരംഭിച്ച് മെയ് 22 ഫലപ്രഖ്യാപനം നടത്തുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.